കൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓഗസ്റ്റ് മാസ ഫലമാണ് ഇവിടെ പറയുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ കാർത്തിക, രോഹിണി, മകീരത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗം കൂടി ചേരുന്ന ഇടവ കൂറുകാർക്ക് അഥവാ ഇടവ രാശിക്കാർക്കുള്ള ഫലമാണ് പറഞ്ഞത്. രാശിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചൊവ്വയും വ്യാഴവും, മൂന്നാം ഭാവത്തിൽ സൂര്യൻ, ശുക്രൻ, നാലാം ഭാവത്തിൽ ബുധൻ, അഞ്ചാം ഭാവത്തിൽ കേതു, പത്താം ഭാവത്തിൽ ശനി, 11-ൽ രാഹു, കണ്ടക ശനി ജന്മവ്യാഴവും തുറന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും സൂര്യചാരവശാൽ ഗുണകരമായിട്ടുള്ള ഒരു മാസം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. കണ്ടക ശനി ശാസ്താവിന് പരിഹാരം നടത്തി വരിക. എല്ലാ ആഴ്ചയിലും നീരാഞ്ജനം, നെയ്വിളക്ക് എന്നിവയും, അല്ലാത്ത പക്ഷം അതിന് കഴിയാത്തവർക്ക് ചുരുങ്ങിയത് എള്ളുതിരിയും ധർമ്മശാസ്താവിൻ്റെ അഷ്ടോത്തര നാമാവലിയും പഠിക്കുക എന്നുള്ളതാണ്. അത് ഒഴിച്ചു കഴിഞ്ഞ് പറഞ്ഞാൽ മഹാവിഷ്ണു സഹസ്രനാമ ജപം കൂടി ഉണ്ടെങ്കിൽ വലിയ ഉത്തമമായി. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ ഈ മാസത്തിൽ പൊതുവെ നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള തൊഴിൽ സംബന്ധമായിട്ടുള്ള പുരോഗതിയും തൊഴിൽ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളും തൊഴിൽ സംബന്ധമായിട്ടുള്ള മന്ദതയെല്ലാം മാറി സകലവിധ ഐശ്വര്യ അഭിവൃദ്ധിയും അതുപോലെ തൊഴിലിൽ പുരോഗമനങ്ങളും വന്നു ചേരുന്നതാണ്. അതുകൂടാതെ തന്നെ കർമ്മമേഖലയിൽ പുരോഗതി വരുത്തുവാൻ വേണ്ടി ചില ശ്രമങ്ങളും ഭക്തിപരമായിട്ടുള്ള ഒരു മാർഗത്തിലൂടെ നമുക്ക് ശ്രമിച്ച് എടുക്കാവുന്ന ഒരു മാസം കൂടിയാണ് ഇതുള്ളത്. മഹാവിഷ്ണുവിൻ്റെ സ്വസ്ത്രമായിട്ടുള്ള സഹസ്രനാമ ജപം ദിവസേന ഒരു 15 മിനിറ്റ് നേരം വായിച്ചു വരികയാണെങ്കിൽ വളരെ ഗുണകരമായിട്ടുള്ള തൊഴിലിൽ മാറ്റം വരുന്നത് അനുഭവിച്ചറിയാൻ പറ്റുന്നതാണ്. അതുകൂടാതെ തന്നെ ശാസ്താവിൻ്റെ സ്തോത്രങ്ങളും അതുപോലെ നിത്യേന പാരായണം ചെയ്തു കഴിഞ്ഞാൽ തൊഴിലിലുള്ള മന്ദത മാറിക്കെട്ടി തൊഴിൽ പുരോഗമനവാദിയിലും ധന അഭിവൃദ്ധിയും ഐശ്വര്യവും കുടുംബാദികൾക്ക് മംഗളകർമ്മങ്ങളും മറ്റുള്ള കാര്യങ്ങളും നടത്തുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായിട്ടുള്ള ചെയ്യുന്നവർക്ക് സ്വർണ്ണാഭരണ സംബന്ധമായിട്ടുള്ള ബിസിനസ്സും അതുപോലെ തന്നെ ഇരുമ്പ് സംബന്ധമായിട്ടുള്ള ബിസിനസ്സും ഹൈടെക് സംബന്ധമായിട്ടുള്ള മെഷീനറി സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകളെല്ലാം മന്ദഗതിയിൽ പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം പുരോഗമനവാദിയിൽ വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കണ്ടുവരുന്നുണ്ട് ഇടവരാശിക്കാർക്ക്. അങ്ങനെ ചെയ്യുന്ന വർഷം ആ ദോഷങ്ങൾ മാറ്റി ഗുണമാർഗത്തിലൂടെ നേടുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരും വളരെ സൂക്ഷ്മത കൈവരിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങി ലോഡുകൾ മറ്റുള്ളതൊക്കെ പാസ്സാകാനുള്ള ഇടയുണ്ട്. കടബാധയിൽ നിന്ന് ബുദ്ധിമുട്ടുന്നവർക്കെല്ലാം കടബാധയിൽ നിന്നെല്ലാം കുറച്ചൊരു മോചനം വരുവാനുള്ള സാധ്യതയും വിദേശ സംബന്ധമായിട്ടുള്ള തൊഴിൽ പ്രശ്നങ്ങളും മറ്റുള്ളത് പരിഹരിക്കാനുള്ള സാധ്യതയും കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. വിദേശ സംബന്ധമായിട്ട് ധനസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ ചിന്തിച്ചിട്ടും ജാതകം പരിശോധിച്ചിട്ടും മാത്രം ചെയ്താൽ മതി എന്നുള്ളതാണ് പറയുന്നത്. അതായത് വിദേശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർക്ക് പഠനത്തിനായാലും ജോലിക്കായാലും അതുപോലെ പഠനത്തിനായാലും ജോലിക്കായാലും തയ്യാറെടുക്കുന്നവർക്ക് അതിൻ്റെ ഏജൻറ്റുമാർക്ക് പണം കൈമാറുന്നതിൽ മാറുകയാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ജാതകത്തിൽ സമയം ഉചിതമാണോ എന്ന് പരിശോധിച്ചിട്ട് മാത്രം ചെയ്താൽ മതി എന്നുള്ള പറയുന്നത്. അങ്ങനെ ചെയ്യാത്ത പക്ഷം ചിലപ്പോൾ നഷ്ടം വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ നടത്തി വരുന്ന തൊഴിലിൽ നിന്ന് മാറാതെ ഉള്ള തൊഴിലിൽ ഉള്ളത് കൊണ്ട് കഴിയുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗം എന്നാണ് പറയുന്നത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അസൗകര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ സാരസ്വത സൂക്തം നെയ് ജപിച്ച് കഴിഞ്ഞു പറഞ്ഞാൽ അതിലുള്ള തടസ്സങ്ങളെല്ലാം മാറി പരീക്ഷാദികളിൽ വിജയം കൈവരിക്കുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇവർക്ക് നക്ഷത്രവശാൽ ചെയ്യേണ്ട പരിഹാരം എന്താ വെച്ച് പറഞ്ഞാൽ കാർത്തിക നക്ഷത്രക്കാർ ശിവനെങ്കിൽ ഞായറാഴ്ച ധാരാവിളക്ക്, മാല, പുഷ്പാഞ്ജലി എന്നിവയും, രോഹിണി നക്ഷത്രക്കാർക്ക് തിങ്കളാഴ്ച തോറും ലളിത സഹസ്രനാമ അർച്ചന ചെയ്തു വരികയും, മകീര നക്ഷത്രക്കാർക്ക് ചൊവ്വാഴ്ച ഭഗവത് സേവ നടത്തുന്നത് വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത്. ഇടവരാശിക്കാർക്ക് നമസ്കാരം.